ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും DM-ലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീക്കിൽ Q&A ആയിട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റിയെന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഗ്ലൈക്കോളിക് ആസിഡ് സേഫ് ആണോ യൂസ് ചെയ്യാനെന്ന്. ഫസ്റ്റ് എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് നോക്കാം. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഗ്ലൈക്കോളിക് ആസിഡ് കൂടാതെ ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡും ഒക്കെയാണ് നമ്മൾ ഈ ഒരു AHA അണ്ടറിൽ വരുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് AHA എന്ന് പറയുന്നത്, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇനി ഓയിൽ ലവ് ചെയ്യുന്ന ഹൈഡ്രോക്സി ആസിഡ് ഉണ്ട്, അതാണ് BHA, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. അതിനകത്ത് വരുന്നതാണ് നമ്മുടെ സാലിസിലിക് ആസിഡ് ഒക്കെ. ഇനി ഈ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ AHAs ഏറ്റവും കൂടുതൽ സേഫ് യൂസ് ചെയ്യാനെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ സ്കിൻകാർക്കും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്കും ഒക്കെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന മെന്റലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും കമ്പയർ ചെയ്യുമ്പോൾ AHAകളിലെ ഏറ്റവും ചെറിയ മോളിക്യൂൾ ആണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ് വരുന്നത്. അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിനെ കുറച്ച് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പിഗ്മെന്റേഷൻ മാറ്റാനൊക്കെ ഏറ്റവും എളുപ്പം നമുക്ക് പറ്റുന്നത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെലാസ്മയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. മാത്രമല്ല ഇത് ടൈറോസിനേസ് ഇൻഹിബിറ്ററും കൂടിയാണ്. അതായത് നമ്മുടെ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെലാനിന്റെ പ്രൊഡക്ഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന സാധനം. അതിന്റെ കൂട്ടത്തിൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ് വരും. പിന്നെ വേറെ ഏതൊക്കെയാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് വെച്ചാൽ കോച്ചിക് ആസിഡ്, ആൽഫ ആർബിറ്റേറ്റ്, അസലിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡും എല്ലാം ടൈറോസിനേസ് ഇൻഹിബിറ്റർ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ അടുത്ത ഗ്ലൈക്കോളിക് ആസിഡിന്റെ യൂസ് എന്തെന്ന് വെച്ചാൽ ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആണ്. മെയിൻ ഫംഗ്ഷനും ഇതിന്റെ എക്സ്ഫോളിയേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത് നമുക്കറിയാം. അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിന് ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ടും ഈ ഗ്ലൈക്കോളിക് ആസിഡിന് പറ്റും. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. സേഫ് ആണ്. പക്ഷെ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് ചെറിയ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിട്ട് എന്താ പറയുന്നത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറ്. അത് നമ്മൾ ഈ വിറ്റാമിൻ എയുടെ ഗുളികകൾ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാറില്ല. എക്സാക്ട്ലി അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് അധികം യൂസ് ചെയ്യാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ വീക്ക്ലി വൺസോ ടോയ്സോ ഗ്ലൈക്കോളിക് ആസിഡ് മാക്സിമം 6% വരെ യൂസ് ചെയ്യാറുള്ളൂ. അത് സെറത്തിന്റെ ഫോമിലും ടോണറിന്റെ ഫോമിലും ഒക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് ലോറിയൽ പാരിസിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് 1% അല്ലെങ്കിൽ 2% അടങ്ങിയ സിറംസ് കിട്ടും. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിറമാണ്. കാരണം 1%, 2% ഒക്കെയല്ലേ ഉള്ളൂ. അത് നമുക്ക് ഡെയിലി അടുത്ത സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ എപ്പോഴും നൈറ്റ്ലി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആകും. അപ്പൊ നിങ്ങൾ അത് കാരണം നിങ്ങൾ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് മോർണിംഗിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആക്കുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ടാണ്. നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് സൺ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓൾറെഡി സൺ നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ ചെറിയ ഡാമേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഡെഡ് സ്കിന്നെ കൂടെ റിമൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫംഗ്ഷൻ കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് എപ്പോഴും നൈറ്റിൽ വീക്കിലി വൺസോ ടോയ്സോ ഇതാണ് നമ്മൾ ഈ ഒരു 5% ഒക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. 1 to 2% നിങ്ങൾക്ക് മോർണിംഗിൽ യൂസ് ചെയ്താൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇല്ല. കാരണം എക്സ്ഫോളിയേഷന്റെ അത്രയും ഒരു എമൗണ്ട് അവിടെ നടക്കണില്ല. ബട്ട് സ്റ്റിൽ ഗ്ലൈക്കോളിക് ആസിഡ് എപ്പോഴും നമ്മൾ നൈറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വിറ്റാമിൻ സി സെറത്തിന്റെ കൂടെ, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് സെറത്തിന്റെ കൂടെ, അതല്ലെങ്കിൽ മറ്റുള്ള AHAs ആയ ലാക്റ്റിക് ആസിഡിന്റെ കൂടെ, മെന്റലിക് ആസിഡിന്റെ കൂടെ, അതല്ലെങ്കിൽ റെറ്റിനോളിന്റെ കൂടെ ഒന്നും നമ്മൾ ഒരുമിച്ച് സെറത്തിന് ഈ പറഞ്ഞ സെറങ്ങളുടെ കൂടെ ഒന്നും നമ്മൾ ഒരേ ടൈമിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വിറ്റാമിൻ സി സെറം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മോർണിംഗിൽ യൂസ് ചെയ്യാം. സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്ത് 1 day കഴിഞ്ഞ് നെക്സ്റ്റ് സാലിസിലിക് ആസിഡ് സെറംസോ അല്ലെങ്കിൽ മറ്റുള്ള എക്സ്ഫോളിയേറ്റിംഗ് സെറംസോ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെറം യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം നിങ്ങൾ 20-22 ഏജിലാകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡ് പോലും പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത് 20-24 ഏജിലാകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ഫോളിയേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെർമക്കിനെ കണ്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു 22 ഏജിലൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് മെച്ചുവർ ആവുന്നുണ്ട്. മെച്ചുവർ സ്കിന്നിലാണ് ഇതെല്ലാം യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. മെച്ചുവർ അല്ലാത്ത സ്കിന്നിൽ അതായത് ടീനേജിന്റെ ടൈമിലൊക്കെ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല.
അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ ഡ്രൈ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഡെഫിനറ്റ്ലി നമ്മൾ ഡ്രൈ ഏരിയയിലോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് എല്ലാം മാറും എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണ്, എന്ത് ടൈപ്പ് സ്കിൻ ആണെങ്കിലും നമ്മൾ ഡ്രൈ ക്ലൈമറ്റിലോട്ട് ഡ്രൈ അല്ലെങ്കിൽ നമ്മൾ കോൾഡ് ക്ലൈമറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് എയർ ഡ്രൈ ആവും, ഹ്യൂമിഡ് ആവും. അപ്പൊ നമ്മുടെ സ്കിന്ന് വീണ്ടും ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ സ്കിന്നിലുള്ള എന്താ പറയുക, ആ ഒരു വെള്ളം പുറത്തോട്ട് വലിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ സെബേഷ്യസ് ഗ്ലൈൻ, ഓയിലി സ്കിൻകാരാണെങ്കിൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലൈൻ എന്ത് ചെയ്യും, എക്സസീവ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്താൻ തുടങ്ങും. പക്ഷെ നമുക്ക് ആ ഓയിൽനെസ് നമ്മുടെ ഫേസിൽ വരത്തില്ല. ആ ഓയിൽനെസ് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ബ്രേക്ക്ഔട്ട്സ് ആയിട്ടായിരിക്കും വരുന്നത്. സോ നമ്മൾ ഡ്രൈ കോൾഡ് ക്ലൈമറ്റിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമിഡ് ക്ലൈമറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാനാണ് ചാൻസ്. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്കാണ് നമ്മൾ ട്രിപ്പിനൊക്കെ പോകുന്നെങ്കിൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് പോവുക. അതായത് നിങ്ങളുടെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ സിറംസ് ഒക്കെ ആ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റുക. പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് ഒക്കെ നമുക്കൊന്ന് മാറ്റി വെക്കുന്നത് സ്കിന്നിന് നല്ലതാണ്. മാത്രമല്ല നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോയ്സ്ചറൈസറിലോട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഓയിലി സ്കിൻകാർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്താലും അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ഫേസ് ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കൺജഷൻ മാറ്റാനായിട്ട് നമുക്ക് സ്കിൻ കെയർ സ്റ്റെപ്പുകൾ അവോയ്ഡ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ സൺസ്ക്രീൻ അങ്ങോട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹൈഡ്രേഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള തിക്ക് മോയ്സ്ചറൈസേഴ്സ് ഇല്ലേ, നമ്മുടെ സെറാവിയുടേത്, അതല്ലെങ്കിൽ നമ്മുടെ സെറ്റാഫിലിന്റെ ഒക്കെ നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ, അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഫോളോ ചെയ്യാം. ഓയിലി സ്കിൻകാരാണെങ്കിൽ മോർണിംഗിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. നൈറ്റിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ എക്സ്ട്രീം ആയിട്ട് ഓയിലി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫേസ് ആയിട്ടായിരിക്കും എണീക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് ടൈപ്പ് ക്ലൈമറ്റിലോട്ടാണ് പോകുന്നത്, ആ ടൈപ്പ് ക്ലൈമറ്റ് നിങ്ങളുടെ സ്കിൻ എങ്ങനെ അഫക്റ്റ് ആവുന്നു എന്ന് നോക്കാം. നിങ്ങളത് ഹോട്ട് ക്ലൈമറ്റിലോട്ടാണ്, അതായത് ഡെസേർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ സൺസ്ക്രീനിന്റെ കാര്യമാണ്. കാരണം നമ്മുടെ സ്കിൻ വരണ്ടിളവാൻ തുടങ്ങും. വെച്ചാൽ മറ്റടുത്ത് നമുക്ക് കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വരളാൻ തുടങ്ങും, ക്രാക്സ് വരുന്നതായിട്ട് നമുക്ക് തോന്നും. സോ ഒരിക്കലും നമുക്ക് മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു സ്കിൻ ടൈപ്പ് ആയാലും ഓയിലിക്കാരും ഡ്രൈക്കാരും ഒരിക്കലും നമുക്ക് മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. കോൾഡ് ഡ്രൈ ക്ലൈമറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പ് ചെയ്യാം, പക്ഷെ സൺസ്ക്രീൻ അതിന്റെ കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ ടൈമിലും ഹൈഡ്രേഷൻ കീ ആണ്, പക്ഷേ അത് നമ്മുടെ സ്കിൻ എത്രത്തോളം കൺജസ്റ്റഡ് ആവുന്നു അതല്ലെങ്കിൽ എത്രത്തോളം ഡീഹൈഡ്രേറ്റഡ് ആവുന്നു എന്നുള്ളതിനെ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എപ്പോഴും ബേസിക് സ്കിൻ കെയറിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ നിങ്ങൾ ബീച്ച് വെക്കേഷനൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് കൈവച്ചേക്കുന്നത് നല്ലതാണ്. അത് എക്സസീവായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഒന്നും വെക്കാൻ, ക്ലീനിങ് സൊല്യൂഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലാക്ടിക് ആസിഡോ മെന്റലിക് ആസിഡോ പോലെയുള്ള സാധനങ്ങൾ വെക്കുന്നതാണ് നല്ലത്. ക്ലീനിങ് സൊല്യൂഷൻ ഒന്നും അങ്ങോട്ട് പോകുമ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബീച്ച് വെക്കേഷന് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ബോഡി സൺസ്ക്രീൻ ശ്രദ്ധിക്കുക. പിന്നെ സമ്മർ വെക്കേഷന് പോകുമ്പോൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ സൺഗ്ലാസസ് ഒക്കെ കരുതുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വെക്കേഷൻ പോകുമ്പോൾ നമ്മുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്കൊരു ഐഡിയ ഉണ്ടാവും, അതനുസരിച്ചിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓയിലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കോൾഡ് വെതറിലോട്ട് പോകുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ട് ഫേസ് വാഷും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഫേസ് വാഷും സൺസ്ക്രീനും മോർണിംഗിൽ യൂസ് ചെയ്യാം. നൈറ്റിൽ ഫേസ് വാഷും മോയ്സ്ചറൈസറും യൂസ് ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ ഹൈഡ്രേറ്റിംഗ് മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡ്രൈക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസർ കമ്പൽസറി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹോട്ട് ക്ലൈമറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുവിധ ഡൗട്ട് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാനും മറക്കണ്ട. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിപ്പോ പറയാതിരിക്കുന്നത്. ഒന്ന് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീക്കിൽ Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം, അല്ല ഐക്കാർഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ വിറ്റാമിൻ സി ഇടുമ്പോഴത്തേക്ക് സ്കിൻ ഡാർക്ക്നെസ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ സൺഡേയുടെ വിറ്റാമിൻ സി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, അത് രണ്ടൊന്ന് കണ്ടുനോക്കാം. ഈ 3rd ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഒരുപാട് പേർക്ക്. കാരണം ചില ആൾക്കാർ ഫേസ് വാഷ് ചെയ്തിട്ട്
വെയിറ്റ് ആൻഡ് വാച്ച് നോക്കും, ചില ആൾക്കാർക്ക് ഓവർനൈറ്റ് നോക്കും. സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടും ലിറ്ററലി എഫക്റ്റീവ് ആണ്. പക്ഷെ ഞാൻ ഈ വെയിറ്റ് ആൻഡ് വാച്ച് ചിലപ്പോൾ ഓയിലി സ്കിൻകാർക്ക് അത്ര എഫക്റ്റീവ് ആവണം എന്നില്ല. കാരണം നമുക്ക് ഓവർനൈറ്റ് നമുക്ക് ഒന്ന് സെബേഷ്യസ് ഗ്ലാൻഡ് ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഓവർനൈറ്റ് വെയിറ്റ് ചെയ്യും. കാരണം മോർണിംഗിൽ എണീക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ തന്നെ ആയിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ചിൽ അല്ലാണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് നോർമലി ഏതെങ്കിലും ഒരു ഫേസ് വാഷിട്ട് ജെന്റിലായിരിക്കും, അതല്ലെങ്കിൽ ഫോമിംഗ് ആയിരിക്കും. ഫോമിംഗ് ആണെങ്കിൽ നമ്മൾ പറയും 30 മിനിറ്റ്സിൽ നോക്കാൻ പറയും. അതല്ല ജെന്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 1 to 2 hours വെയിറ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ മൊത്തം തിളങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ഓയിലി സ്കിൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും നോക്കാം, കാരണം എങ്ങോട്ട് നല്ല രീതിയിൽ ഓയിൽനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ഈ നെറ്റിയുടെ ഇവിടെ, അതല്ലെങ്കിൽ ഈ കവിളിന്റെ 2 ഭാഗത്ത്, മൂക്കിൽ ഇവിടെ, മൂക്കിൽ, അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ റാൻഡം പ്ലേസിലാണ് ഓയിൽനെസ് ഉള്ളത്. ബാക്കിയുള്ള ഫേസ് ഒന്നുകിലും നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ഫീൽ ചെയ്യും, അതല്ലെങ്കിൽ എക്സീവായിട്ട് ഡ്രൈ ആയിട്ടാണെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ ആണ്. നോർമൽ ആയിട്ട് ഫീൽ ചെയ്ത ഓയിലി നോർമൽ ആയിരിക്കും, അതല്ല ഡ്രൈനെസ് ഫീൽ ചെയ്താൽ നിങ്ങളത് ഡ്രൈ ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും സ്കിൻ. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് മൊത്തം നല്ല ഡ്രൈ വരണ്ടതായിട്ട് വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് എന്നർത്ഥം. അതല്ല നിങ്ങളത് ഭൂരിഭാഗം സ്ഥലത്ത് നിങ്ങൾക്ക് ഡ്രൈനെസ് തോന്നും, ചില ഭാഗങ്ങളിൽ നമുക്ക് ഓയിൽനെസ് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു വെക്കാൻ നമുക്കത് മനസ്സിലാവും. ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഓയിൽനെസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ ഓയിലി സ്കിൻ ആയിരിക്കും, അതായത് കോമ്പിനേഷൻ. അതല്ല നിങ്ങൾക്ക് ചില സ്ഥലത്ത് ഡ്രൈയും ചില സ്ഥലത്ത് നോർമൽ ആയിട്ട് തോന്നുന്നെങ്കിൽ ഡ്രൈ നോർമൽ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഇതല്ല നിങ്ങൾക്ക് ഒന്നും തോന്നില്ല, നോർമലി ഫുള്ള് ഫേസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്കിൻ ആയിരിക്കും. പിന്നെ ചില ഭാഗത്താണെങ്കിൽ നിങ്ങൾ നോർമലി കോമ്പിനേഷൻ ആയിരിക്കും. അതായത് നമുക്ക് പർട്ടിക്കുലർ നമുക്ക് ഒറ്റ സ്കിൻ ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. പേഴ്സൺ ടു പേഴ്സൺ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മാറുന്നപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ സ്കിൻ കെയർ റൊട്ടീൻ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ മെജോറിറ്റി ഏതിലാണ് നിൽക്കുന്നതെന്ന് നോക്കാം. മെജോറിറ്റി ആയിട്ട് ഓയിലി നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യും. മെജോറിറ്റി ഡ്രൈനെസ് ആണെങ്കിൽ ഡ്രൈ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യും. മെജോറിറ്റി നിങ്ങൾക്ക് നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യും. അതല്ല നിങ്ങളുടെ കോമ്പിനേഷൻ ആണ്, നിങ്ങൾക്ക് എക്സസീവ് ആയിട്ട് ഓയിലി കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓയിലി കോമ്പിനേഷൻ സ്കിൻ കെയറിൻ്റെ ഫോളോ അപ്പ് ചെയ്യാം. പക്ഷെ അതല്ല ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ നോർമൽ ഡ്രൈ ആണ് നിങ്ങൾക്ക് മെജോറിറ്റി, ഇടയ്ക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നമുക്ക് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാം. പിന്നെ ക്ലൈമറ്റ് അനുസരിച്ച്, നമ്മുടെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ച്, നമ്മുടെ അപ്പോഴത്തെ ഒരു സ്ട്രെസ് ലെവലിനനുസരിച്ച്, ഹോർമോണൽ ചേഞ്ചസിന് വേരിയേഷൻ വരുന്നതനുസരിച്ചൊക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്കിൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതും കൂടെ എപ്പോഴും മനസ്സിലാക്കാം. കോൺസ്റ്റന്റ്ലി നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ സ്കിൻ കെയർ ഒരുപോലെ ഇരിക്കുക, സ്കിൻ ടൈപ്പ് ഒരുപോലെ ഇരിക്കണം എന്നില്ല. ഒരു പ്രാവശ്യം തുടക്കം ഞാനിപ്പോ ടീനേജർ ടൈമിൽ എണ്ണ പിഴിഞ്ഞെടുക്കാറുണ്ട് എന്റെ ഫേസിലെ മോർണിംഗ് എടുക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഗ്രാജുവലി ഞാൻ മെച്ചൂർ ആവുന്നതനുസരിച്ച് കോമ്പിനേഷനിലോട്ട് വരികയാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ പ്രസന്റ്ലി കോമ്പിനേഷൻ ഫ്യൂച്ചർ എന്താണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. ഈ പ്രസന്റ്ലി ഞാൻ ഓയിലി കോമ്പിനേഷൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഇടയ്ക്ക് ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് എനിക്ക് നോർമൽ സ്കിന്നും ആവാറുണ്ട്. എനിക്ക് സ്കിൻ കെയർ റൂട്ടീനൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്താലും നമ്മുടെ ഫേസിന്റെ ടൈപ്പ് നമ്മളെപ്പോഴും നോർമൽ ആക്കി വെക്കാനായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ റൊട്ടീൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് എക്സീവായിട്ട് ഓയിലി ആവുന്നുണ്ടെങ്കിൽ ആ സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് നല്ലതല്ല. ഡ്രൈ ആക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ അല്ല. അതുപോലെ എക്സീവായിട്ട് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ ആ റൊട്ടീൻ കാരണമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതും നിങ്ങളുടെ റൊട്ടീൻ അല്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വീഡിയോ കൊടുക്കാം, നമ്മളെങ്ങനെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിലൊക്കെ പറ്റിച്ചും ചെയ്തിട്ടുള്ളത്. അതൊന്ന് കണ്ടുനോക്കിയാൽ കുറച്ചും കൂടെ മനസ്സിലാവും. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കണം. അപ്പൊ ഈ വീക്കിലേക്ക് വേണ്ടി ഇവിടെ തീരാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് Q&A അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അല്ലെങ്കിൽ ജനറലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.